വള്ളുവനാടൻ ഉത്സവവേദികളിൽ വേനൽ ചൂടിനെ മറികടന്നുള്ള ആരവമാണ് ചവിട്ടുകളിയുടേത്. അന്നും ഇന്നും പൂരപ്പറമ്പിൽ ചവിട്ടുകളി ഉണ്ടെങ്കിൽ പൂരത്തിന് ആള് കൂടും. ഉത്സവത്തിനല്ലാതെ കഴിഞ്ഞ ദിവസം തിരുവിഴാംകുന്ന കാപ്പുപറമ്പിലും ജനങ്ങളെ ആവേശത്തിലാക്കി ചവിട്ടുകളി നടന്നു. കാപ്പുപറമ്പിലെ ജനകീയ കൂട്ടായ്മയാണ് ചവിട്ടുകളി സംഘടിപ്പിച്ചത്. പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാനവർഗ ജനങ്ങളുടെ സർഗാത്മകതയുടെ തുറന്ന വേദിയാണ് ചവിട്ടുകളി. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്ത അതേ പാടങ്ങളിൽ തന്നെയാണ് പൂരത്തലേന്നും പിറ്റേന്നും ചവിട്ടുകളി നടത്തുന്നത് എന്നാണ് കളിയുടെ കാർഷിക ഭാഷ്യം. പൗരാണികതയും പാരമ്പര്യവും ഒന്നിക്കുന്ന ഈ കലാരൂപത്തിനെ കൃഷി ചെയ്തു വന്നിരുന്ന സമുദായക്കാരാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ കലാരൂപത്തിനാണ് പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്ന് കാപ്പുപറമ്പിലെ ജനകീയ കൂട്ടായ്മ പുതിയൊരു വേദിയൊരുക്കിയത്. കാപ്പുപറമ്പ് നൂണപ്പാടത്ത് മത്സരമായാണ് കളി സംഘടിപ്പിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 35 അംഗങ്ങൾ വീതമുള്ള 6 ടീമുകൾ പങ്കെടുത്തു. ചവിട്ടുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് പണ്ടത്തെ കാലത്തിലെ കാക്കകാരന്മാരായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെന്താ ഇപ്പോൾ കൊണ്ടുനടക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ മൺമറന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെറിയ ഐറ്റം കുട്ടികൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഓർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ ഇത് ഓർക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കളിക്കുന്നത്. ഇത് കളിയിൽ പറഞ്ഞാൽ ജയല്ല, പാട്ടിൽ മാത്രമേ ഉള്ളൂ മത്സരം. കളി കഴിയുമ്പോൾ ഈ 6 ടീം വിജയിച്ചിട്ടുണ്ടാവും. ചവിട്ടുകളി ഇതിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ഇത് ഞങ്ങളും ഞങ്ങളെ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടുണ്ട്. അന്യം നിന്ന് പോകുന്ന കല അത് വർഷാവർഷവും നടന്ന് ജനകീയ ചവിട്ടുകളി എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ ജനകീയമായിട്ടാണ് നടത്തുന്നത്. എല്ലാവരുടെയും സഹകരണമുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാഴ്ചക്കാരാണ് ചവിട്ടുകളി കാണാനെത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലും വിപുലമായ മത്സരം സംഘടിപ്പിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. കൈരളി ന്യൂസ്, പാലക്കാട്.